സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോളൂ, നമസ്കരിച്ചോളൂ. കേശവം പ്രതിഗച്ഛതി. അതുകൊണ്ട് നമുക്ക് കാളിയുണ്ട്, ഭദ്രകാളിയുണ്ട്, ചാത്തനുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, രാമനുണ്ട്, കൃഷ്ണനുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മാവുണ്ട്. അങ്ങനെ 33 കോടി ഉപാസനാ സമ്പ്രദായങ്ങളുള്ള ഹിന്ദു ദ്വൈതത്തിലും അദ്വൈതത്തിലും വിശ്വസിക്കുന്നു. എന്താണ് ദ്വൈതം, അദ്വൈതം? ദ്വൈതം രണ്ട്, സൃഷ്ടിയും സൃഷ്ടാവും എന്ന് പറഞ്ഞാൽ ദ്വൈതമാണ്. ഇവിടെ മൂർത്തിയാണ് ഇവിടെയുള്ളത്. അതായത് മൂർത്തിയും നമ്മൾ ഭക്തനുമാണ്. ഭക്തനും മൂർത്തിയും എന്ന് പറഞ്ഞാൽ ദ്വൈതമാണ്. ഗുരുവായൂരിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ മൂർത്തിയാണ്, നമ്മൾ ഭക്തരാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഉയരുമ്പോൾ ഗുരുവായൂരപ്പനെയും എന്നെയും ആനയെയും പട്ടിയെയും പൂച്ചയെയും ഉണ്ടായത് ഒരേ ചൈതന്യത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈശാവസ്മിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈശ്വരൻ വസിക്കുന്നത് ഇവിടെ സർവചരാചരങ്ങളിലും എന്നറിഞ്ഞാൽ അദ്വൈതം. തത്വമസി, അത് നീയും കൂടെയാണ്. അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. അണോരണീയാൻ, ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാൻ തന്നെ. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാൻ തന്നെ. ആത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും ഞാൻ തന്നെ എന്ന് പറയുന്നതാണ് അദ്വൈതം. അദ്വൈതം എന്നാൽ രണ്ടില്ലാത്ത ഒന്ന്. ദ്വൈതം രണ്ട്, അദ്വൈതം രണ്ടില്ലാത്ത ഒന്ന്. അപ്പൊ ഹിന്ദുക്കളായ നമ്മുടെ ആത്യന്തികമായ ദർശനം അദ്വൈതമാണ്. ഈശ്വരൻ രണ്ടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഈശ്വരൻ അമ്പലുണ്ടാവില്ല, ഈശ്വരന് രൂപമില്ല. സാധാരണ ഇസ്ലാമിക സംവാദകന്മാർ പറയാറുണ്ട്, ഞങ്ങളുടെ അള്ളാഹുവിന് രൂപമില്ല, ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അവരുടെ ഏകദൈവവും നമ്മുടെ ഈശ്വരനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവരുടെ ദൈവം അദ്വൈതമാണ്. എന്ന് വെച്ചാൽ അകലങ്ങളിൽ എവിടെയോ ഒരു സ്വർണ്ണ കസേരയിൽ ഇരിക്കുന്ന ദൈവം, എന്നെയും നിങ്ങളെയും പട്ടിയെയും പൂച്ചയും ഉണ്ടാക്കുന്ന ദൈവം, ജീവിക്കാൻ ഇത്ര കാലാവധി കൊടുക്കുന്ന ദൈവം, മരിച്ചാൽ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന ദൈവം. അത് പെർമനന്റ് സ്വർഗവും പെർമനന്റ് നരകവുമാണ്. എന്നാൽ ഹിന്ദുവിന്റെ കാഴ്ചപ്പാടിൽ സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. അവിടെ അപ്സരസുകളുണ്ട്, ഗന്ധർവന്മാരുമുണ്ട്. സ്ത്രീയെ രമിപ്പിക്കുവാൻ ഗന്ധർവന്മാർ, പുരുഷനെ രമിപ്പിക്കുവാൻ അപ്സരസുകൾ. ഇസ്ലാമിന്റെ സ്വർഗത്തിൽ ഈ ഒരു സൗകര്യമില്ല, ഹൂറിമാർ മാത്രമേ ഉള്ളൂ. അവിടെയാണ് സ്വർഗസങ്കല്പങ്ങളൊക്കെ ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷെ സ്വർഗം എത്ര ചെറുതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരും ദേവേന്ദ്രൻ. ഗൗതമ മുനിയുടെ ഭാര്യയായ അഹല്യയെ തേടി ദേവലോകത്തെ രാജാവ് ഭൂമിയിൽ വന്നു. രാമായണത്തിലാണ് ആ കഥ. അവിടെ രംഭ, മേനക, തിലോത്തമ, ഉർവശി, മനുഷ്യ സ്ത്രീയേക്കാൾ 10,000 ഇരട്ടി സൗന്ദര്യമുള്ളവളാണ് ദേവസ്ത്രീ. ഈ സ്ത്രീകളെ ഒന്നും മതിയാകാഞ്ഞിട്ട് ദേവലോകത്തിന്റെ അധിപൻ ഭൂമിയിൽ ഒരു സാധാരണ സ്ത്രീയെ തേടി വന്നു എന്ന് പറഞ്ഞാൽ കാമാനാം ഉപഭോഗേന ശമ്യതി, ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കും തോറും അഗ്നി ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവിടെയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗാരോഹണ പർവമുണ്ട് മഹാഭാരതത്തിൽ. ദ്രൗപദിയും 5 ഭർത്താക്കന്മാരും യാത്രയിലാണ് വാനപ്രസ്ഥാശ്രമത്തിലേക്ക്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ആദ്യം ദ്രൗപദി വീണു. ദ്രൗപദി വീണപ്പോൾ ഭീമൻ ചോദിച്ചു യുധിഷ്ഠിരനോട്, ജ്യേഷ്ഠ, ഇവൾ വീഴാൻ എന്താ കാരണം? നമ്മൾ 5 ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് അർജുനോട് ഒരു ഗൂഢപ്രേമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആര് വീണു? ദ്രൗപദി വീണു. സഹദേവൻ വീണു, അവൻ അറിവിൽ അഹങ്കരിച്ചു, അതുകൊണ്ട് അവൻ വീണു. നകുലൻ വീണു, സൗന്ദര്യത്തിൽ നല്ല സുന്ദരനായിരുന്നു നകുലൻ, അതുകൊണ്ട് അവൻ വീണു. അർജുനൻ വീണു, വില്ലാളി വീരനായതിൽ അഹങ്കരിച്ചു. ഒടുവിൽ ഭീമസേനൻ വീണപ്പോൾ ഭീമൻ ചോദിച്ചു, ഏട്ടാ പോകല്ല, ഞാൻ വീഴാൻ കാരണം നീ ഭക്ഷണം കിട്ടിയപ്പോൾ മറ്റാരെ കുറിച്ചും ചിന്തിച്ചില്ല, അതുകൊണ്ട് നീയും വീണു. ഒടുവിൽ യുധിഷ്ഠിരനും കൂടെ ഒരു പട്ടിയും മാത്രമായി. കാരണം ഈ ഒരു യാത്ര തുടങ്ങിയ അന്ന് മുതൽ ഇവരുടെ കൂടെ ഒരു പട്ടിയുണ്ട്. ഇപ്പൊ ശബരിമലയിൽ പോകുന്ന സ്വാമിയുടെ പിന്നാലെ ചില പട്ടികളൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. പട്ടിയുടെ സ്നേഹമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഇതുപോലെ വർഷങ്ങളായിട്ട് അവരുടെ പിന്നാലെ ഒരു പട്ടി കൂടിയിട്ടുണ്ട്. അവിടെ കൂടെ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്ന ഒരു പട്ടി. അങ്ങനെ അവസാനം സ്വർഗത്തിലേക്കുള്ള വാതിലിനടുത്ത് ഭൂമിയിലെത്തിയ സമയത്ത് അവിടെ പുഷ്പക വിമാനം വന്നു. എല്ലാ രാജാക്കന്മാരും ദേവന്മാരൊക്കെ ഉണ്ട്.
അപ്പോൾ യുധിഷ്ഠിരനോട് പറഞ്ഞു, നിങ്ങളൊരു മഹാസംഭവമാണ്, ഈ വിമാനത്തിൽ കയറിക്കോളൂ, സ്വർഗത്തിലേക്ക്